വേശ്യാവൃത്തി നടത്താൻ വേണ്ടിയിട്ടൊന്നും അല്ല ആരും സർജറി ചെയ്യുന്നത്. നമ്മുടെ മാനസികമായ അവസ്ഥ, സ്ത്രീ ആകണം, ഒരു ദിവസമെങ്കിലും സ്ത്രീയായിട്ട് ജനിച്ച് മരിക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുക. ഇതൊരു സുഖത്തിന് വേണ്ടിയിട്ട് ആരും സുഖിക്കാൻ ആരും പോയി പുറത്തു പോയി നിൽക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ആരും സുഖിക്കാൻ പോയി നിൽക്കുന്നില്ല. പൈസയ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടി, നെറ്റിവൃത്തിക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും പോയി തെരുവിൽ സെക്സ് ഇറങ്ങുന്നത്. കമന്റ്സിന്റെ താഴെ ഒന്ന് ചോദിക്കുന്നത് എന്താ, കിട്ടുമോ എന്നാണോ ചോദിക്കുന്നത്? അമ്മ എന്ന് പറയുന്നത് അത്രയും ഒരു പുണ്യമുള്ളൊരു സംഭവമാണ്. അമ്മ എന്നൊക്കെ വിളിക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ അമ്മാന്ന് വിളിച്ചിട്ട് പോലും അതിന്റെ താഴെ എന്തൊക്കെയാന്ന് വരുന്നത്. ഇപ്പൊ നമ്മളൊരു വീടിനകത്തിരുന്ന് വീഡിയോ ചെയ്യാൻ പറയാം, ഓയോ റൂമിലാണോ ചോദിക്കും. അങ്ങനെയൊക്കെയാണ് ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത് അവർക്ക് കിട്ടാത്ത കാരണം. ഈ സർജറിക്കുള്ള പൈസ എങ്ങനെ കണ്ടെത്തിയത്? സർജറിക്കുള്ള പൈസ കണ്ടെത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു കോഴിക്കോട് വന്നിട്ടൊരു 6 വർഷം ഞാൻ നമ്മുടെ പാരഗൺ ഹോട്ടലിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്യാഷ്യറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സർജറി ചെയ്യുന്നത് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു പാർട്ട്ണറിനെ വേണമെങ്കിൽ, നമ്മുടെ ദാമ്പത്യ ജീവിതം സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകണമെങ്കിൽ നമ്മൾ സർജറിയൊക്കെ ചെയ്താലേ പറ്റത്തുള്ളൂ. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പാർട്ട്ണർ നോക്കുമ്പോൾ ഉണ്ടാവണ്ടേ. ഒരു സ്ത്രീ ഒരു തെരുവിലേക്ക് സെക്സ് വർക്കിന് ഇറങ്ങണമെങ്കിൽ, അവർ വേശ്യാന്ന ലെവലിൽ പോകണമെങ്കിൽ അവളുടെ വീട്ടിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഇവർ ഈ ജോലിക്ക് ഇറങ്ങുന്നത്. ചെയ്തോ സർജറി കഴിഞ്ഞോ കുമ്പിടിയുടെ? ഒന്നാമത്തെ കാര്യം, എനിക്ക് ഈ വക കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ആരോടും താല്പര്യമില്ല. സ്വന്തം വീട്ടിലെ അടുപ്പ് പുകയുണ്ടോന്ന് നോക്കില്ല അവര്, ഒരിക്കലും നോക്കൂല. അന്ന് അപ്പുറത്ത് ഒളിഞ്ഞു നോക്കൂ, അപ്പുറത്തെ വീട്ടിലെ അടുപ്പ് പുകയുണ്ടോന്ന് നോക്കൂ. അതിന്റെ ആവശ്യം എന്തിനൊക്കെ ഈ കുടുംബശ്രീ പെണ്ണുങ്ങളെ പോലെ സംസാരിക്കാൻ നിൽക്കുന്നത്? അതിനൊന്നും ആവശ്യമില്ല. അല്ല, കൂടുതലായിട്ടും പറയുന്നത് ഇത് എന്റെ മോനാന്ന് പറയുമ്പോഴത്തേനും ട്രാൻസ്മാൻ ആണെന്ന് ഓൾറെഡി കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാവൂലോ. അങ്ങനെയാണെങ്കിൽ അവരങ്ങനെ ചിന്തിച്ചോട്ടെ. കുമ്പിടിനെ വിവാഹം ചെയ്തു തരുമോ, കുമ്പിടിനെ സ്നേഹിച്ചോട്ടെ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ള ഒരേ കാര്യം, കുമ്പിടി കമ്മിറ്റഡ് ആണ്. കുമ്പിടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ഇപ്പം തൽക്കാലം അവർ കുറച്ചൊരു രണ്ടുപേര് രണ്ട് രീതിയിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവാണ്. എന്ന് വെച്ചാൽ ഡിവോഴ്സ്, അവർ ബ്രേക്കപ്പ് ഒന്നും ആയിട്ടില്ല. ഞാൻ സർജറി ചെയ്ത സമയത്ത് സർജറി ഫെയിലിയർ ആയിരുന്നു. മരണത്തോട് മല്ലിട്ട് 15 ദിവസം ICUയിൽ കിടന്നിട്ട് ഞാൻ മരണത്തോട് മല്ലിട്ട് ഡോക്ടർ വിധി എഴുതിയതാ, മരിച്ചു പോയിന്ന് വിധി എഴുതിയതാ. ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, ചെറുതല്ല കുറച്ച് വലുത് തന്നെയായിരുന്നു. ആ ഒരു സ്റ്റേജില് ബ്രേക്കപ്പ് ഒക്കെ ആയിപ്പോഴ് അത് ആ ഒരു സമയത്ത് ദേഷ്യം കൊണ്ട് ചെയ്തത്. ആത്മഹത്യയൊന്നും ചെയ്യാൻ കൂടുതൽ അതിലേക്ക് പോയില്ലെങ്കിൽ പോലും മാനസികമായിട്ട് അതിന്റെ മൂർധന്യ അവസ്ഥയിൽ ചെന്നു. എല്ലാം കൈവിട്ട് പോയി. വേറെ നമ്മളിപ്പോൾ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ വരുമ്പോഴാണല്ലോ മറ്റു ലഹരിയിലേക്കും കാര്യങ്ങളിലേക്കും. അപ്പൊ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ, അതിലേക്ക് സ്റ്റാർട്ടിങ് ആയപ്പോൾ തന്നെ ഞാൻ രക്ഷപ്പെടുത്തി എന്നാണ് പറയാൻ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 ഹായ്, ഹലോ, നമസ്കാരം. ഞാനെന്നുള്ളത് ട്രാൻസ് കമ്മ്യൂണിറ്റിയിലെ ഒരു പ്രശസ്തരായ അമ്മയും മകനും. വേറെ ആരുമല്ല, സൗന്ദര്യ റാണി ദീപ റാണിയും ഒപ്പം മകൻ കുമ്പിടിയും. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. വെൽക്കം, താങ്ക് യു. അല്ല, ഇത് ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ. ഭയങ്കര വ്യത്യാസമായിട്ടുണ്ട്. സോഷ്യൽ മീഡിയയുടെ എല്ലാവരും എന്നെ തട്ടമിട്ട സുന്ദരി എന്നാണ് അറിയപ്പെടുന്നത്. എന്നെ ഐഡന്റിറ്റി ചെയ്യുന്നത് അങ്ങനെയാണ്. ഇപ്പൊ ഒരു പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും ഞങ്ങൾ അവതരിച്ചിരിക്കുകയാണ്. ഈ അമ്മയുടെ ഈ തട്ടത്തിൽ നിന്ന് ഒരു വേഷം മാറ്റിയിട്ട് ഇപ്പൊ ഒരു സാധാരണക്കാരി സുന്ദരിയായിട്ട് മാറ്റിയിട്ടുണ്ടല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ വരുമ്പോഴ് ദീപറാണി എന്ന് പറഞ്ഞ വ്യക്തി ഇങ്ങനെ അല്ലായിരുന്നു. ഭയങ്കര ആറ്റിറ്റ്യൂഡ്, സംസാരത്തിലൊക്കെ ആകെ ഒരു പിടിച്ചെടുത്തിട്ടുള്ള സംസാരം കാര്യങ്ങളൊക്കെ, ചിരിക്കൂല, അങ്ങനത്തെ ഒരു ഇതൊക്കെ ആയിരുന്നു. അപ്പൊ എനിക്ക് ആദ്യം ഞാന് ചെറിയൊരു ഡിസ്റ്റൻസ് ഇട്ട് വെച്ചിരുന്നു, കാരണം നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. പോകെ പോകെ എന്റെ ഒരു ശൈലിയിലോട്ട് അമ്മ വന്നു. എങ്ങനെ കുമ്പിടിയുടെ ശൈലി എന്ന് പറഞ്ഞ? ഞാനാച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും, ഓപ്പൺ മൈൻഡാ, എപ്പോഴും ചിരിച്ചോണ്ടിരിക്കും. അപ്പോ ഞാൻ അമ്മയുടെ അടുത്ത് കൂടുതൽ അങ്ങനെ അറ്റാച്ച്മെന്റ് കാണിച്ച് അമ്മ എന്റെ ഒരു ഇതിലോട്ട് വരെ ചെയ്ത്. നമ്മള് കേട്ടിട്ടല്ലേ, മുല്ലപ്പൂമ്പൊടി ഏറ്റു കിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം. കാരണം ഞാൻ ഇവന്റെ പ്രായത്തിലേക്ക് പോയി എന്ന് തന്നെ പറയാം. അപ്പൊ എത്ര വയസ്സുണ്ടായിരുന്നു ശരിക്കും? ആക്ച്വലി വയസ്സ് പറയാറില്ല. വയസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫോളോവേഴ്സ് കുത്തനെ താഴോട്ട് ആരാധകരൊക്കെ ഓടിപ്പോത്തില്ലേ. ഇപ്പൊ നമ്മൾ തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ. എനിക്കിപ്പോ എന്റെ പ്രായ എത്ര വയസ്സ്? 23. അതെ, കണ്ടില്ലേ, എന്റെ പോലെ നിക്കുള്ളൂ, കണ്ട. അമ്മയുടെ പുറകെ നടക്കണം അവൻ എപ്പോഴും പറയാറ്. അമ്മനല്ല, അമ്മയുടെ കൈ ചേർത്ത് കയ്യിൽ ഉണ്ടാവണം എപ്പോഴും, കൈ അങ്ങനെ നടക്കണം. പുറകെ നടന്നാൽ ഞാൻ കാണില്ലല്ലോ നിന്നെ ആരും കൊത്തിക്കൊണ്ട് വന്നത്. അപ്പൊ കൈ ചേർത്ത് എന്റെ കൂടെ എപ്പോഴും ഉണ്ടാവണം, അതാണ് എന്റെ ആഗ്രഹം. ഇപ്പൊ കുമ്പിടി പറഞ്ഞു
അമ്മയുടെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അമ്മ വേറൊരു ക്യാരക്ടറായിരുന്നു, ഭയങ്കര ഗൗരവക്കാരിയായിരുന്നു, ജാടയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതെങ്ങനെയാ, അത് മാറ്റിയെടുത്തത് എങ്ങനെയാ? ഒന്നാമത് അമ്മ നിക്കുന്ന സ്റ്റേജ് എങ്ങനെയാണല്ലോ, ഒരു സെലിബ്രിറ്റി ആണല്ലോ. ആ. നമ്മള് എന്ന് പറയുന്നത് സെലിബ്രിറ്റി അല്ല, ഉം. ആ ഒരു ഇതിൽ നിന്ന് വന്നതാണ്. അപ്പൊ ഉം. നമുക്കിപ്പോ പെട്ടെന്ന് അമ്മയുടെ ഒരു ലെവലിലേക്ക് എത്താന്ന് പറയുന്നത് എനിക്കൊന്നും ചിന്തിക്കണ കേസല്ല. ഉം. കാരണം എന്താ വെച്ചാല് അമ്മ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ലെവലിൽ നിക്കണ ആളാ. പക്ഷേ എന്താണോ അമ്മ മാറിപ്പോയി. ചോദിച്ചിട്ടുണ്ടോ, അമ്മയോട് ചോദിച്ചിട്ടുണ്ടോ, അമ്മ എങ്ങനെയാണ് ഇങ്ങനെ ഒരു മാറ്റം വന്നതെന്നോ? ഞാൻ അങ്ങോട്ട് പറയാറുണ്ട് അമ്മ മാറിപ്പോയിന്ന്. ഉം. ഞാനാ പറയാറ്. ചോദിക്കാറുണ്ട്, ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്തേ? മറുപടി കൊടുത്തെന്ന് വെച്ചാല് നമ്മള് വന്നപ്പോൾ നമുക്ക് കുറച്ച് അഫെയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉം. അപ്പൊ നമുക്ക് സ്നേഹം ആണല്ലോ നമുക്ക് ഏറ്റവും വലുത്. ഉം. അപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇല്ലാത്തത് തന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും അവരുടെ ആവശ്യങ്ങൾക്ക് ഓടുന്നു. കമ്മ്യൂണിറ്റികൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആവശ്യത്തിന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടും, അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ ആ ഒരു സ്റ്റേജ്, ഞാൻ ഒറ്റപ്പെടലിൻ്റെ ഒരു ഫീൽഡാണ് എന്ന് വെച്ചാൽ, കാരണം എനിക്ക് വേറെ 3 മക്കളുണ്ട്, സിയ, സബിയ, സഗത്. അപ്പം അവരെ കൂടാതെ 4ാമത് വന്ന വ്യക്തിയാണിത്. അപ്പോൾ അവർക്കും അവരുടെയായിട്ട് തിരക്കുകൾ ഓടി നടക്കുക, എൻ്റെ കയ്യെത്തും ദൂരത്ത് അവരില്ല. അപ്പം അങ്ങനെ എൻ്റെ ആ ഒരു ഫീൽഡും പിന്നെ മോഡലിങ് അങ്ങനെ ഫിലിമായിട്ടൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്താണ് എനിക്ക് മോനെ കിട്ടുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അവന് സ്നേഹിച്ച എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഒരാളുടെ അറ്റാച്ച് ആവത്തില്ല. കാരണം നമ്മൾ കടന്നു വന്ന വഴികളും ഇപ്പം നമ്മളെ പറ്റിച്ചിട്ടുള്ള ആൾക്കാരും മക്കളാണെങ്കിൽ പോലും അങ്ങനത്തെ ലെവലിൽ വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു 1000 സ്നേഹം ഇങ്ങോട്ട് തരുമ്പോൾ ഞാനൊരു 5% കൊടുക്കും തിരിച്ച്. അപ്പം അങ്ങനെ എനിക്ക് ഇങ്ങോട്ട് കിട്ടിയെന്ന് അറിഞ്ഞപ്പം നമ്മൾ അതുപോലെ തിരിച്ചു കൊടുക്കാനും തോന്നി. അപ്പം ഞാൻ അവൻ്റെ ആ ഒരു ലെവലിലേക്ക് എത്തി. അതാണ് ഏറ്റവും എനിക്ക് എൻ്റെ ക്യാരക്ടറിൽ ഒരുപാട് മാറ്റം തന്നെ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ ഇങ്ങനെ ഒന്ന് ചിരിച്ച് കളിക്കുന്ന ഒരു ഫേസോ ഒന്നും അല്ല, എപ്പോഴും ഒരു ഗൗരവമായിരിക്കും. എന്നെ കണ്ടു കഴിഞ്ഞാൽ മിണ്ടാൻ എല്ലാവർക്കും പേടിയാണ്. നമ്മൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് പുറത്തൊക്കെ പോകുമ്പോൾ ദീപ ചേച്ചിനെ കണ്ടു കഴിഞ്ഞാൽ മിണ്ടുവോ, എന്തൊരു പോലെ എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ആൾക്കാർ ഓടി വന്നിട്ട് ചേച്ചി എന്ന് പറഞ്ഞ കൈ തരുന്നൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ അമ്മയും മോനും എന്നുള്ള ലെവലാണ് ഇപ്പം ഏറ്റവും കൂടുതൽ വന്ന് സംസാരിക്കും എല്ലാവരും. സത്യത്തിൽ എനിക്കിപ്പോൾ പ്രായം കൂടിയോന്ന് എനിക്കൊരു ഡൗട്ട്. കാരണം വലിയവരും ചെറിയവരും കുട്ടികളെല്ലാം എന്നെ ഇപ്പൊ അമ്മയെന്നാണ് വിളിക്കുന്നത്. കുമ്പിടിയുടെ അമ്മ അല്ലെങ്കിൽ അമ്മ എന്നുള്ള ലെവലിലാണ് ഇപ്പൊ പോകുന്നത്. പുറത്തിറങ്ങിയാലും അങ്ങനെ തന്നെയാ പറയാറ് എല്ലാരും, കുമ്പിടിയുടെ മോനല്ലേ. ഈ കുമ്പിടി എന്നുള്ളത് ഇൻസ്റ്റയിലിട്ട പേരാണോ അതോ ശരിക്കുള്ള പേരാണോ? ശരിക്കുള്ള പേരല്ല, എന്റെ ഫ്രണ്ട് വിളിച്ച പേരാ. എന്റെ മുടി ആദ്യം നന്ദനത്തില് ജഗതിയുടെ ആ ഒരു സെറ്റപ്പ് ആയിരുന്നു, കുമ്പിടി പോലെ അങ്ങനെയായിരുന്നു. അപ്പോ ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്തൊക്കെ ഒരാള് വിളിച്ചപ്പോഴത്തേനും എല്ലാരും അത് വിളിച്ച്. അപ്പൊ എനിക്കതൊരു ഹരായിട്ട് തോന്നി. അപ്പൊ ഞാനതങ്ങനെ ഏറ്റെടുത്തിട്ട് ആദ്യം ഇൻസ്റ്റയിലെ പേരങ്ങോട്ട് മാറ്റി കുമ്പിടി നാക്കി. അതാണ് ക്ലിക്ക് ആയി പോയത്. കുമ്പിടി എന്നുള്ള പേരാണ് ആദ്യം എല്ലാവർക്കും ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത്. പിന്നീട് റിയൽ നെയിം കൂടെ പറ. എന്റെ പേര് നവി എന്നാണ്. നവി. പക്ഷെ ഇപ്പൊ അറിയപ്പെടുന്നത് കുമ്പിടി. പക്ഷെ നവി എന്നുള്ള ആർക്കും അങ്ങോട്ട് അറിയില്ല, ആർക്കും അറിയില്ല. ഞാൻ പബ്ലിസിറ്റി കൊടുക്കാറില്ല. കാരണം എന്നെ എല്ലാരും അറിയുന്നത് അങ്ങനെയാ, കുമ്പിടി ആയിട്ടാ. അപ്പൊ എനിക്കതാ താല്പര്യം, അതിൽ എനിക്കൊരു സന്തോഷമുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 മക്കളുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഈ 4 മക്കളിൽ ഇവനോടാണ് കൂടുതൽ സ്നേഹം എന്ന് പറഞ്ഞു. അപ്പൊ ബാക്കിയുള്ള മക്കളുടെ ഒക്കെ റിയാക്ഷൻ ഇല്ല, 4 മക്കളിൽ ഇവനോടാ സ്നേഹം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് ഇവന് മുമ്പ് വന്ന ആൾക്കാരാണല്ലോ സിയ, സബിയ, സഗത്. ഫസ്റ്റ് അവരാണ് എൻ്റെ മക്കള്. അപ്പോൾ ഒരുപാട് ആൾക്കാർ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഉള്ളത് മതി എന്നുള്ള രീതിയിൽ ആ രീതിയിൽ അങ്ങ് പോയത്. അപ്പം എനിക്ക് ആദ്യം എന്തായാലും അവരാണല്ലോ ആദ്യം വന്നത്. അപ്പൊ അവരോടായിരിക്കും എനിക്ക് സ്നേഹം കൂടുതൽ. പിന്നെ ഇവൻ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, അപ്പം ഇവനോടും സ്നേഹിച്ച് വരുന്നുണ്ട്. 5 പേരെ എനിക്ക് ഈക്വൽ ആണ്. എത്ര നാളായി വന്നിട്ട്? ആരാ? ഈ കുമ്പിടി 1 year ആയി. 1 year ആയി. ഇപ്പൊ നിങ്ങള് ഈ കമ്മ്യൂണിറ്റിയിൽ പറയുന്നുണ്ട് നിങ്ങൾ അമ്മയാണ്, എനിക്ക് മകനുണ്ട് മകളുണ്ട് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് അമ്മയാകുന്നത്? അമ്മയാണ് അതൊക്കെ നമ്മൾ ഡിപ്പെൻഡ്. ഇപ്പൊ ഞാൻ എൻ്റെ അമ്മേനെ സ്വീകരിച്ചെന്ന് വെച്ചാൽ എൻ്റെ ഒരു എനിക്ക് എൻ്റെ ഫിസിക്കലി ഒരു ഭയങ്കര ഇഷ്യൂ നടന്ന സമയത്ത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ വന്ന് സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂട്ടിരുന്നതും ആ ഒരു രാഗമമ്മി എന്ന് പറഞ്ഞ മെട്രോയിൽ വർക്ക് ചെയ്യുന്ന രാഗ എന്ന് പറഞ്ഞിട്ടുള്ള അമ്മയാണ്. അവരാണ് എൻ്റെ കൂടെ നിന്നത്. അപ്പം എനിക്ക് അവരെ ആ ഒരു എന്നെ നോക്കി, നമ്മുടെ അമ്മയാണല്ലോ നമ്മളെ പരിചരിക്കേണ്ടത്. അപ്പോൾ ആ സ്ഥാനത്ത് അവരിന്ന് പരിചരിച്ചപ്പോൾ ഞാൻ എന്തെങ്കിലും ആ ഒരു ക്വാളിറ്റിയിൽ അമ്മയാക്കിയതാണ്. എല്ലാവരും ആ ലെവലിൽ തന്നെയാണ് എന്തെങ്കിലുമൊക്കെ രീതിയിൽ ചെയ്യുന്നത്. അപ്പം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരാൾ വേണം, മനസ്സിലായി. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാനും നമ്മുടെ കാര്യങ്ങൾ പറയാനും അവതരിപ്പിക്കാനൊക്കെ ഒരാൾ, അതാണ് അമ്മയെന്നുള്ള ലെവൽ ഉദ്ദേശിച്ചിട്ട് എല്ലാവരും ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ പറയുന്ന അങ്ങനെയല്ല, ഫുൾ ടൈം മമ്മി ചെറുപ്പം മുതലേ ഉണ്ടെന്നുള്ള ഒരു രീതിയിലാണ് പുറത്തേക്ക് വരുന്നത്. ആൾക്കാർക്ക് ആർക്കും അറിയാൻ പാടില്ല നിങ്ങൾ എങ്ങനെയാണ് ഇവരുടെ അമ്മയായത് എന്നൊന്നും അറിയാൻ പാടില്ല. എൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്.
പിന്നെ ഈ കമ്മൗട്ട് ആവുന്ന സമയത്ത് എല്ലാവരും ഒരു 21-22 വയസ്സൊക്കെ ആകുമ്പോഴത്തേന് ഇപ്പൊ ആൾക്കാർ കമ്മൗട്ട് ആവുന്നുണ്ട്. ഉം. ആ സമയത്ത് ആദ്യം ഇവർക്കൊരു ഗൈഡ് ചെയ്യാൻ, കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ ഒരാളെ അവർ സ്വീകരിക്കും. ഉം. അവരെയാണ് ലാസ്റ്റ് അവർ മമ്മി ആക്കുന്നത്. ഈ കൈ പിടിച്ച് ഉയർത്തുന്നവരെ അല്ലെങ്കിൽ കൈ പിടിച്ച് ഗൈഡ് ചെയ്യുന്നവരെയാണ് അമ്മ എന്ന് അതെ വിളിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ്. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് ഇവര് മമ്മി ഫുൾ ടൈം കൂടെ വേണം എന്ന് പറയുന്നത്? അങ്ങനെ മമ്മി ഫുൾ ടൈം കൂടെ ഇപ്പം എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്നുണ്ട്. പിന്നീട് അത് അവർ ഡിവൈഡ് ചെയ്ത് മാറുന്നുണ്ട്. ആ. പിന്നെ ഒരുമിച്ച് താമസിക്കുന്നവരൊക്കെ വളരെ റെയർ ആണ്. ഇപ്പൊ മമ്മിയും മക്കൾ എന്ന് പറഞ്ഞാൽ മമ്മി വേറെ മക്കൾ വേറെ അങ്ങനെയാണ് എല്ലാവരും താമസിക്കുന്നത്. ആ. ഇപ്പൊ പേരിന് വേണ്ടിയിട്ടേ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. പേരിന് വേണ്ടിയിട്ടേ ഉള്ളൂ മമ്മി മക്കളായിട്ടുള്ള ഒരു ബന്ധം എന്ന് എനിക്ക് തോന്നുന്നു. വളരെ റെയർ ആണ്. കൂടുതൽ പിന്നെ അറ്റാച്ച്മെന്റ് ഉള്ളതൊക്കെ വളരെ കുറവാണ്. കാരണം എന്തെങ്കിലും ഇഷ്യൂസിൽ ഇവർ തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാവും. ഇവർ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായി മാറും. അപ്പം അറ്റാച്ച്മെന്റ് ഒക്കെ വളരെ കുറവാണ്. ഈ അമ്മയും അമ്മ എന്നുള്ളൊരു കൺസെപ്റ്റില് സ്നേഹിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. ആ. കയ്യിലുണ്ടാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഈ അമ്മയും മക്കളും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരിന് എന്തെങ്കിലും പ്രശ്നമുള്ളപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവും. പിന്നെ അതങ്ങ് ആ ബന്ധം അവിടെ വെച്ച് കഴിയും. ഇങ്ങനെ അങ്ങനെ അടുത്തെന്തെങ്കിലും ഉടക്കോ വഴക്കോ എന്തെങ്കിലും നടന്നിരുന്നോ? ഒരുപാട് ആൾക്കാർ അങ്ങനെ എന്തെങ്കിലും പ്രശ്നത്താല് പിന്നെ ഇനി മമ്മിയുടെ സ്ഥാനം വേണ്ടെന്ന് പറഞ്ഞു വെച്ചാൽ ആചാരപ്രകാരം റീത്ത് എന്ന് പറയും. ഉം. മമ്മിയായിട്ട് സ്വീകരിക്കുമ്പോൾ റീത്ത് ഇടും. അപ്പം അതുപോലെ തന്നെ അവര് പിരിയുന്ന സമയത്തും ആ റീത്ത് മുറിച്ചിട്ടായിരിക്കും ഇത് രണ്ടുപേരും. നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ആചാരമായിട്ടാണ്? ആചാരമായിട്ടാണ് കണക്കാക്കുന്നത്. ആ. ഇത് കേരളത്തിലുള്ളതല്ലായിരുന്നു, പുറത്തായിരുന്നു. തമിഴ്നാട്, ഡൽഹിയിലൊക്കെ ഉള്ള ആചാരം ഇവിടെ അതുപോലെ അനുകരിക്കുന്നു മാത്രമേ ഉള്ളൂ. അതെങ്ങനെ ആ ഒരു ചടങ്ങ് എങ്ങനെയാ വരുന്നത് അതിന്റെ? ചടങ്ങെന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ജൽസ അല്ലെങ്കിൽ വർഷപൂജ എന്നൊരു ഫംഗ്ഷൻ സമയത്ത് നമുക്ക് മകനായി സ്വീകരിക്കാൻ പറ്റുന്ന ആളിനെ വെച്ചിട്ട് പിന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്നതാണ് ഞാൻ മകനായിട്ട് സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ മകളായിട്ട് സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ അമ്മയായിട്ട് സ്വീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു വെച്ച് അവർക്ക് എന്തെങ്കിലും ഉപകാരം, എന്തെങ്കിലും പൈസയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സോ കൊടുത്തും വെച്ച് സ്വീകരിക്കുകയാണ്. ഈ കുമ്പിടീനെ സ്വീകരിച്ച സമയത്ത് എന്തായിരുന്നു കൊടുത്തത്? കുമ്പിടീനെ ഞാൻ ആ ഒരു ആചാരപ്രകാരം ഒന്നും പോയില്ല. ഇപ്പൊ സിയേനെ എന്നെ മോളാക്കിയ സമയത്ത് ഞാൻ ഒഫീഷ്യലി ആയിരുന്നു. ഉം. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവളെ മകളായിട്ട് സ്വീകരിക്കുന്നു എന്ന് റെക്കോർഡിക്കൽ എഴുതി വെച്ചിട്ടാണ് ഞാനല്ല ഈ ഈ ആചാരപ്രകാരം പോയിട്ടുണ്ടായിരുന്നു. റെക്കോർഡിക്കൽ എന്ന് വെച്ചാൽ ഇവര് നമ്മുടെ കൂട്ടത്തിൽ കൂടിയതിന് ശേഷം അവരെന്തെങ്കിലും പ്രോബ്ലത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ നമ്മള് പ്രശ്നമാവരുതല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ നിയമവശം കൂടെ നോക്കണമല്ലോ. അങ്ങനെയാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി എഴുതി വെച്ചിട്ടാണ് അവളെ മകളായിട്ട് സ്വീകരിച്ചത്. ഇവനിപ്പോ അങ്ങനെയൊന്നുമില്ല, സ്നേഹം കൊണ്ട് മകനും അമ്മയായിട്ടാണ് ഇരിക്കുന്നത്. റെക്കോർഡിക്കലി അങ്ങനെയൊന്നുമില്ല? റെക്കോർഡിക്കലി അങ്ങനെയൊന്നും ആയിട്ടില്ല. ഇല്ല. ഇപ്പൊ കുമ്പിടിയിലാണെങ്കിലും കുമ്പിടിയുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? എന്റെ സ്ഥലം തൃശ്ശൂര്. തൃശ്ശൂര്. അവിടെ ആരൊക്കെയുണ്ട് വീട്ടില്? വീട്ടില് അച്ഛനമ്മ ഞാന് പിന്നെ ചേട്ടൻ. ചേട്ടൻ. അവരുടെ കൂടെയാണോ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാറ്? ആ. ചേട്ടനും ചേച്ചി. ഇപ്പൊ കുമ്പിടി പറയാറുണ്ട് ഇതെന്റെ പോറ്റമ്മയും മറ്റേത് വളർത്തമ്മയും അങ്ങനെ പറയാറില്ലേ? ആരോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുക്കുന്നത്? അമ്മയുടെ ആ ഒരു കൺസെപ്റ്റിൽ എന്ന് പറയുക അങ്ങനെ ഇല്ല. രണ്ടുപേരും സെയിം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ ദീപറാണി എന്ന് പറഞ്ഞ വ്യക്തിനെ അമ്മ എന്ന് വിളിക്കുന്നത്. എല്ലാരും മമ്മീന്നാ വിളിക്കുക. എനിക്ക് ആ സെയിം ആയതുകൊണ്ടാണ് ഞാൻ അമ്മ എന്ന് വിളിക്കുന്നത്. അതെ, അമ്മ എന്ന് വിളിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഇപ്പൊ എല്ലാരും മമ്മി എന്നോട് ഇപ്പൊ സംസാരിച്ച മമ്മി എന്നല്ലേ പറഞ്ഞേ. അപ്പൊ മമ്മി എന്നുള്ള കൺസെപ്റ്റിൽ എല്ലാവരും വന്നു. ശിവൻ എന്നെ അമ്മ അവന്റെ അമ്മേനെ പോലെ എന്നെ കാണുന്നു, അതുകൊണ്ടാണ് അമ്മ എന്ന് വിളിക്കുന്നത്. അത് കേട്ടിട്ടാണ് ആൾക്കാർ ഇപ്പൊ എല്ലാം എന്നെ അമ്മ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ പറഞ്ഞു ഒരു ആപത് ഘട്ടത്തിലാണ് അമ്മ സ്വീകരിച്ചെന്ന് പറഞ്ഞു. എന്തായിരുന്നു ആ ഒരു ആപത് ഘട്ടം? അതെന്ന് പറയുന്നത് ചെറിയൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ചെറുതല്ല, കുറച്ച് വലുത് തന്നെയായിരുന്നു. ആ ഒരു സ്റ്റേജില് ബ്രേക്കപ്പ് ഒക്കെ ആയപ്പോഴ് അത് ഞാൻ കാരണം തന്നെയാണ്. അമ്മയ്ക്കറിയാം. ബ്രേക്കപ്പ് ഒക്കെ ആയപ്പോഴ് എനിക്കത് ആ ഒരു വ്യക്തി എന്റെ ലൈഫിൽ നിന്ന് ഒട്ടും പോയിട്ടില്ല. പക്ഷെ ഇപ്പില്ല, നിലവിലില്ല. എന്നാ കൂടെ ഉണ്ട്. അങ്ങനത്തെ ഒരു ഇതില്ല. പക്ഷെ പോയിന്ന് എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് തീരെ പറ്റുന്നില്ല. അപ്പൊ നമ്മള് ചെയ്യുന്ന കാര്യം എന്താ വെച്ചാല് നമ്മള് ഓക്കെ ആവാനായിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യും. ആ പല കാര്യങ്ങളും ചെയ്യുന്നത് എനിക്ക് ആപത്തായിട്ടാ വന്നിട്ടുള്ളൂ. ആ ഒരു സമയത്ത് അമ്മയാണ് നീ അങ്ങനെ ചെയ്യല്ലേ, നീ ഇങ്ങനെ ചെയ്യ്, നീ അത് ആലോചിച്ചിട്ട് കാര്യമില്ല, നീ നിന്റെ കാര്യങ്ങൾ നോക്ക്. അപ്പോഴും ഞാൻ കേട്ടിരുന്നില്ല. ഒരു 6-7 മാസത്തോളം അമ്മ എന്നെ ഉപദേശിക്കല്ല ശാസിച്ച് നടന്നിട്ടുണ്ട്. അപ്പോഴും ഞാൻ ഇവരോട് സ്നേഹമായിട്ട് വർത്താനം പറഞ്ഞു തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു മാസം ആകാൻ പോകുന്നില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും ഹൈ പിച്ചില സംസാരിക്കും, ഞാൻ ലോ പിച്ചിൽ അതുകൊണ്ടാണ് ഇപ്പോഴും അങ്ങനെ തന്നെ. എനിക്ക് ഇവനോട് ഉറക്ക സംസാരിക്കാൻ സമയം നീ അങ്ങനെ ചെയ്യരുത്, പറഞ്ഞാൽ കേൾക്കത്തില്ല, എന്താ ചെയ്യേണ്ട, അങ്ങനെ ഞാൻ പിണങ്ങിയിട്ടുണ്ട്. ഞാൻ പിണങ്ങുന്ന സമയം എന്ത് ചെയ്യും, മിണ്ടാണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ തൃശ്ശൂരിന്ന് വണ്ടി കയറി ഇവിടെ വരും, എന്നിട്ട് കാലയിൽ പിടിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കും. അതാണ് അവസ്ഥ. അപ്പൊ ഞാൻ പിണങ്ങാനും പേടിക്കും, ഇപ്പൊ വണ്ടി കയറി വരില്ലേ. ഈ പറഞ്ഞ ബ്രേക്കപ്പ് ആ കുട്ടീനെ ഞാൻ വിളിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു. രണ്ടുപേരോടും കാര്യങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാക്കിയ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിൽക്കുകയാണ്. അല്ല ബ്രേക്കപ്പ് പൂർണ്ണമായിട്ടൊന്നും ആയിട്ടൊന്നുമില്ല. മരിക്കാൻ വല്ലതും നോക്കിയായിരുന്നു സമയത്ത്? പിന്നെ ഇഷ്ടംപോലെ പ്രാവശ്യം. എന്തൊക്കെ ചെയ്തു? എന്തൊക്കെ ചെയ്തെന്ന്
സ്വാഭാവികമായിട്ട് എല്ലാരും ചെയ്യണമാതിരി ചെയ്ത് നോക്കി. നോക്ക് പക്ഷെ മക്കളെ നോക്ക്. നോക്ക് മക്കളെ നോക്ക്. എന്ത് കാണട്ടെ. അത് ആ ഒരു സമയത്ത് നോക്ക് മക്കളെ ദേഷ്യം കൊണ്ട് നോക്ക്. ചെയ്തതാ. ഇത് വേറെ അല്ല, കാണിച്ചു തരാം. ഏ? എന്ത്? കാണട്ടെ. ദീപറാണി. നോക്ക് മക്കളെ. ആ. ഇതിപ്പോ അടിച്ചാണത്? ഇതിപ്പോഴൊന്നുമല്ല, ഇത് അത്യാവശ്യമായിട്ടുണ്ട്. അത്യാവശ്യമായിട്ട് കുറച്ചാളായി. ഒരു 7-8 മാസത്തോളായിട്ടുണ്ട്. സീരിയസ് സ്റ്റേജിലേക്ക് പോയായിരുന്നോ ആത്മഹത്യ ചെയ്യാൻ ഈ സ്റ്റേജിലേക്കൊന്നും പോയിട്ടില്ല. അല്ല, മാനസികമായിട്ട് ആ ലെവലിലേക്ക് പോയി. ആ. ആത്മഹത്യയൊന്നും ചെയ്യാൻ കൂടുതൽ അതിലേക്ക് പോയില്ലെങ്കിൽ പോലും മാനസികമായിട്ട് അതിന് മൂർധന്യ അവസ്ഥയിൽ ചെന്നു. എല്ലാം കൈവിട്ട് പോയി. വേറെ നമ്മളിപ്പോൾ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ വരുമ്പോഴാണല്ലോ മറ്റു ലഹരിയിലേക്കും കാര്യങ്ങളിലേക്കും. അപ്പോൾ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ അതിലേക്ക് സ്റ്റാർട്ടിങ് ആയപ്പോൾ തന്നെ ഞാൻ രക്ഷപ്പെടുത്തി എന്ന് വേണം പറയാൻ. ലഹരിയൊക്കെ ഇല്ല, ലഹരി ഒന്നും ഉപയോഗിച്ചില്ല. എന്ന് വെച്ചാൽ സിഗരറ്റ് വലിയൊക്കെ തുടങ്ങുമല്ലോ, ഇങ്ങനെ ആകുമ്പോഴാണല്ലോ എല്ലാവരും ആ ഒരു ലെവലിലേക്ക് പോകുന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഇല്ല. ഇപ്പില്ല, ഇപ്പൊ നിർത്തി. മനസ്സിലായി കാര്യമില്ലെന്ന്. അത് നമ്മളെന്ന് പറയുന്നത് അതൊക്കെ ആ ഒരു സമയത്ത് പൊട്ടബുദ്ധിക്ക് ചെയ്യണ കാര്യങ്ങളാണ്. പിന്നീട് നമുക്ക് അതിന്റെ ഭവിഷ്യത്ത് മനസ്സിലാവും ഇതൊന്നും ഒരു കാര്യമില്ല. കാരണം നമ്മൾ ആർക്ക് വേണ്ടി അത് ചെയ്യണോ ആള് സുഖമായിട്ട് നടക്കും. ഇതുകൊണ്ടൊരു ഉപകാരമില്ല. എല്ലാവരും അഡ്വൈസ് ആയിട്ട് കേൾക്കണം ഈ ഒരു വാക്ക്, അല്ലേ? ഇവന്റെ മനസ്സിൽ നിന്നും വരുന്ന വാക്ക് എല്ലാവരും മനസ്സിലാക്കി. അതെ, ഒരു ഉപകാരമില്ല. നമ്മളായിട്ട് നടക്കുക, അത് നല്ലത്. പിന്നെ വരുന്നുണ്ടെങ്കിൽ വരട്ടെ. ഞാൻ ഇപ്പൊ അങ്ങനെ ചിന്തിക്കുന്നതാ. കാരണം അങ്ങനെ ചിന്തിക്കാനുള്ള വഴി കാണിച്ചു തന്ന അമ്മയാണ്. അപ്പൊ ആ ഒരു ലെവലോടെ ഞാൻ മോണന്റെ കാര്യം നോക്കിയിട്ട്. കുമ്പടി ഇപ്പൊ വരുന്നൊരു കമന്റ്സ് ആണ്, കുമ്പടി സാരി ഉടുക്കോ, കുമ്പടി വേഷം മാറി കിടക്കോ, അതുപോലെ കമ്മ്യൂണിറ്റിയിലേക്ക് മാറിയോ, സർജറി കഴിഞ്ഞോ എന്നുള്ള കുറേ കമന്റ്സുകൾ വരുന്നുണ്ട്. ഇതിനെയൊക്കെ കാണാറുണ്ടോ? കമന്റ്സ് കാണാറുണ്ടോ? കമന്റ്സ് മുഖഭാവം കാണാറുണ്ട്. അതുപോലെ ചെയ്തോ, സർജറി കഴിഞ്ഞോ കുമ്പടിയുടെ? ഒന്നാമത്തെ കാര്യം, എനിക്ക് ഈ വക കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ആരോടും താല്പര്യമില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഞാന് ഇപ്പൊ എന്റെ കൂടെ ഇപ്പൊ 4 ഫോളോവേഴ്സ് എങ്കിൽ 4 ഫോളോവേഴ്സ് നിൽക്കുന്നത് എന്താന്ന് വെച്ചാല് അത് ഞാനെന്ന വ്യക്തി അവരെ കൂടുതൽ ചിരിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ശൈലി കൊണ്ട് അവർക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ കുറെ ട്രോളന്മാർ വന്ന് ട്രോളി പോകുന്നുണ്ട്. അത് അവരുടെ സന്തോഷമാണ്. അല്ലാണ്ട് ഞാൻ എന്താണോ, എൻ്റെ ബാക്കിൽ എന്താണോ, എൻ്റെ ഫാമിലി എന്താണോ, ഇതൊന്നും അറിഞ്ഞിട്ടല്ല ആൾക്കാർ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കാണുമ്പോൾ ഞാൻ എങ്ങനെയാണോ അതാണ് ഞാൻ. അല്ലാണ്ട് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് സംസാരിച്ച് ക്ലിയർ ചെയ്ത് തരാനായിട്ട് അവരെന്റെ ആരുമല്ല. അവരല്ല എനിക്ക് ചെലവിന് തരണേ. ഞാൻ പണിക്ക് പോകണു, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരുടെ ചെലവിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് അത് ഒരിക്കലും മറ്റുള്ളവരെ ഇപ്പൊ തൽക്കാലത്തിന് എനിക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് ഞാൻ എന്താണെന്നും ഞാൻ ഇങ്ങനെയെന്നറിയാം. പിന്നെന്ന് പറയുന്നത് ഇവർക്കൊരു കുഴപ്പമുണ്ട്, ഈ അയൽക്കൂട്ടം പെണ്ണുങ്ങളില്ലേ, അതായത് സ്വന്തം വീട്ടിലെ അടുപ്പ് പുകയുണ്ടോന്ന് നോക്കില്ല. അവര് ഒരിക്കലും നോക്കൂല. അന്ന് അപ്പുറത്തെ ഒളിഞ്ഞു നോക്കും, അപ്പുറത്തെ വീട്ടിലെ അടുപ്പ് പുകയുണ്ടോന്ന് നോക്കും. അതിന്റെ ആവശ്യം തന്നെ എന്തിനൊക്കെ ഈ കുടുംബശ്രീ പെണ്ണുങ്ങളെ പോലെ സംസാരിക്കാൻ നിൽക്കുന്നത്? അതിനൊന്നും ആവശ്യമില്ല. സംസാരിക്കുമ്പോൾ നല്ല രീതിയിൽ സംസാരിക്കുക. കാരണം നമ്മളിപ്പോൾ അവരുടെ കുടുംബത്തിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കാനോ സംസാരിക്കാനോ അല്ലെങ്കിൽ അവരെ ബോഡി ഷേമിങ് ചെയ്യാനോ നമ്മളൊന്നിനും പോണില്ല. പിന്നെ അവർക്കത് ചെയ്ത് കാരണം അത് ഒരു തരം മാനസിക രോഗം എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഞാൻ അങ്ങനെ പോകാറില്ല. പിന്നെ അവർക്ക് ഇങ്ങനെ വരുന്ന അവർക്ക് മെന്റലി ആ ഒരു ഇതും അവർക്ക് അതിൽ സന്തോഷം കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ളവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് പോയിട്ട് പണി നോക്കാനേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം നിങ്ങളൊന്നും ചെലവിലല്ല ഞാനായാലും എൻ്റെ അമ്മയായാലും എൻ്റെ വീട്ടുകാരായാലും ഞങ്ങളൊന്നും താമസിക്കുന്നത് നിങ്ങളുടെ ഒരു ചെലവിലല്ല. ഞങ്ങൾ പണിയെടുത്തിട്ട് ഞങ്ങൾ ജീവിക്കുന്നു. എനിക്ക് അത്രേ പറയാനുള്ളൂ. അല്ല, കൂടുതലായിട്ടും പറയുന്നത് ഇത് എൻ്റെ മോനാന്ന് പറയുമ്പോഴത്തേനും ട്രാൻസ്മാൻ ആണെന്ന് ഓൾറെഡി കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാവൂലോ. അങ്ങനെയാണെങ്കിൽ അവരങ്ങനെ ചിന്തിച്ചോട്ടെ. അല്ലാണ്ട് ഇപ്പൊ ഞാൻ എന്താ പറയാ, ട്രാൻസ്മാനായാലും ട്രാൻസ് വുമൺ ആയാലും ആരായാലും ഞാനിപ്പോൾ എൻ്റെ മകനായിട്ടാണ് കണ്ടിരിക്കുന്നത്. അവിടെ ജെൻഡറിൻ്റെ ഒരു ആവശ്യകത ഞാൻ കണക്കാക്കുന്നില്ല. എനിക്ക് അവന് സ്നേഹം കൊടുക്കാൻ പറ്റുന്നുണ്ട്, അവനെനിക്ക് സ്നേഹം തരാൻ പറ്റുന്നുണ്ട്. അപ്പം ഇങ്ങനെ പോട്ടെ, അതായിരിക്കും നല്ലത്. പലരും പറയുന്നതേ ഞാൻ അമ്മ എന്നാണ് പറയുന്നത്. അമ്മയായാലും വീഡിയോസിൽ മകൻ എന്നാണ് പറയുന്നത്. ആ ഒരു ഇത് എന്തും അമ്മ എന്ന് പറയുന്നത് അത്രയും ഒരു പുണ്യമുള്ളൊരു സംഭവമാണ്. അമ്മ എന്നൊക്കെ വിളിക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ അമ്മ എന്ന് വിളിച്ചിട്ട് പോലും അതിന് താഴെ എന്തൊക്കെയാന്ന് വരുന്നത്. അവർക്ക് ഒന്നാമത് അച്ഛനമ്മേനും തിരിച്ചറിയാത്ത കാരണമാണ് അവർക്ക് അങ്ങനെ ഒരു വിളിക്കേണ്ട സിറ്റുവേഷൻ വരുന്നത്. അല്ലാണ്ട് വീഡിയോ ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഒരുമിച്ച് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ വന്നതിന് ശേഷം ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ മില്യൺസ് വ്യൂസ് ആണ്. ഫുള്ള് നോക്കാമെങ്കിൽ അറിയാം. എല്ലാം 5 മില്യനും 4 മില്യനും 3 മില്യനും ഒക്കെയാണ്. അതിനൊക്കെ ഏറ്റവും കൂടുതൽ ഷെയറിങ് പോകുന്നുണ്ട്. ഷെയറിങ് പോയി കമൻറ്റ്, ലൈക്കിനെക്കാട്ടി കൂടുതൽ കമൻറ്റാന്ന് എനിക്ക്. അതിനൊക്കെ അമ്മയും മോനും അല്ലാത്ത രീതിയിലുള്ള
കമൻസ് ആണ് അതിനകത്ത് കൂടുതൽ വരുന്നത്. ഇപ്പം നമ്മളൊരു വീടിനകത്തിരുന്ന് വീഡിയോ ചെയ്യാൻ പറയാം ഓയോ റൂമിലാണോ ചോദിക്കും. അങ്ങനെയൊക്കെയാണ്. ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ്. ചോദിച്ചിട്ട് കാരണം എന്താ വെച്ചാലേ ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നാട്ടിലേക്ക് പോയപ്പോൾ ഞങ്ങൾ അവിടെ വെച്ചിട്ട് 2-3 വീഡിയോസ് ഒക്കെ എടുത്തായിരുന്നു. എടുത്തതിന് ശേഷം അതിന് തൊട്ട് കമന്റിന് താഴെ ഇതെന്താണ് ഓയോ റൂമാണോ, നല്ല റൂമാണ്, ഈ വക സാധനങ്ങളൊക്കെയാ ചോദിക്കുക. ഇവനോട് ചോദിക്കുക ഞാൻ എങ്ങനെ ഉണ്ട്, അതൊക്കെയാണ്. പാട്ടെന്താണ്, അമ്മയും മോനും തമ്മിലുള്ള പാട്ടാണ്. സോങ് പോലും അങ്ങനത്തെ സോങ് ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അതിനകത്താണ് ചോദിക്കുന്നത് അമ്മ എങ്ങനെയുണ്ട്, അങ്ങനെ മോൻ എങ്ങനെയുണ്ട് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. നമ്മുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ വെൾഗർ ആയിട്ടുള്ളൊരു ഇന്നവരെ ഒരു സംഭവം വന്നിട്ടില്ല. ഇപ്പൊ ഒരു ഇങ്ങനെ ഞങ്ങള് നിക്കണ ആ ഒരു ലെവൽ തന്നെ കണ്ടില്ലേ. നമ്മൾ ഇത്ര ഉള്ളൂ, ഡയറക്റ്റ് ആയാലും വീഡിയോസിലായാലും ഇത്ര ഉള്ളൂ. ഞാനിപ്പോ അമ്മാന്ന് വിളിക്കുന്നത് മറ്റുള്ളവർക്ക് ഒന്നാമത് അവർക്ക് കിട്ടാത്ത കാരണ അങ്ങനെ കിട്ടാത്തോണ്ട് അതായത് നമുക്ക് ഇങ്ങനെ ഒരു വ്യക്തിനെ നമ്മുടെ ലൈഫിൽ ഇപ്പൊ ഫ്രണ്ട് ആയാലും അമ്മയായാലും അച്ഛനായാലും ബെസ്റ്റ് ഫ്രണ്ട് ആയാലും പാർട്ട്ണർ ആയാലും ഇങ്ങനെ ഒരു നല്ലൊരു വ്യക്തി ഇതില് മെയിൻ ബിറ്റ് ചെയ്തല്ല. ഇപ്പൊ നമ്മുടെ കൂടെ നിക്കുന്നവരാണ് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഇതിന് താഴെ വന്നിട്ട് കൊറോണത്തിന് എന്റെ ഇതില് വരുന്ന ഒരു കൊറോണത്തിന് എനിക്ക് അറിയാട്ടാ, ഞാൻ മിണ്ടാഞ്ഞിട്ടാ. നമുക്കറിയാം കുറെ പേര് അങ്ങനെയാണ്. കാരണം നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. ഓരോ 3-4 അക്കൗണ്ട് ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് നമ്മളെ മാനസികമായിട്ടും ഒക്കെ തളർത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഇവന്റെ കുറച്ച് കുറ്റങ്ങൾ എനിക്ക് പറഞ്ഞത്, എൻ്റെ കുറച്ച് കുറ്റങ്ങൾ പറഞ്ഞു. അതല്ലാണ്ട് തന്നെ നമ്മളെ മാനസികമായിട്ട് തളർത്തുന്ന ഒരുപാട് അക്കൗണ്ടുകൾ ഉണ്ടാക്കിയിട്ട് കമ്മ്യൂണിറ്റികൾ തന്നെ ചെയ്യുന്നുണ്ട്. അതെല്ലാവർക്കും അറിയുന്ന കേസാണ്. പക്ഷെ എനിക്കൊരു അക്കൗണ്ട് അല്ല കേട്ടോ, ഇവനൊരു അക്കൗണ്ട്. ഞങ്ങൾക്ക് ഒരു അക്കൗണ്ട് അതന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല പാടാണ്. അല്ല ഈ കുമ്പിടിയുടെ അക്കൗണ്ട് താഴെ അല്ലെങ്കിൽ കമന്റ്സിന്റെ താഴെ ഒന്ന് ചോദിക്കണത് എന്താ, കിട്ടുമോ എന്നാണോ ചോദിക്കുന്നത്? അങ്ങനെ ചോദിക്കാറില്ല. എന്റെ അടുത്ത് ചോദിക്കുന്ന കേസ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് അമ്മേനെ പരിചയപ്പെടുത്തി തരാം. അതൊരിക്കലും നെഗറ്റീവ് ആയിട്ടല്ല. കാരണം ഞങ്ങളുടെ ആ ഒരു കോംബോ ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരാ കൂടുതലും. അമ്മേനെ ഒറ്റയ്ക്കായാലും എന്നെ ഒറ്റയ്ക്കായാലും കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല. ഞങ്ങളെ രണ്ടുപേരും ഒരുമിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് 199% പേരും. അല്ലാണ്ട് കുറച്ച് ആൾക്കാർ ഇങ്ങനെ പേഴ്സണലി വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്നോട് കുറച്ച് ആൾക്കാർ നേരിട്ട് കാണുമ്പോൾ ചോദിക്കാറുണ്ട്, കമന്റിലും ചോദിക്കാറുണ്ട്, പാർട്ട്ണർ ആണോ എന്ന് ചോദിക്കാറുണ്ട്. ഒരു വീഡിയോസിനും പാർട്ട്ണറാന്ന് പറയുന്നില്ല, എല്ലാം മോനെന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നതും മോനെ എന്നുള്ള ലെവലിലെ വീഡിയോസ്. എന്നാലും ചോദിക്കും പാർട്ട്ണർ ആണോ, മോനാണോ, എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതൊന്നും ഞാൻ എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല. അതൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സംഗതി. ഞാൻ നോർമലി അങ്ങനെ ആ ഒരു ലെവലിൽ പോകുന്നൊരു വ്യക്തിയല്ല. എനിക്ക് താല്പര്യമില്ലാത്തൊരു കേസാണ് ഒരു പാർട്ട്ണർ എന്നുള്ളതും ലവർ എന്നുള്ളതും. മാരേജ് ഒന്നും എൻ്റെ ലൈഫിൽ ഇല്ലാത്ത കാര്യമാണ്. അപ്പം ഞാൻ മകനായിട്ട് സ്വീകരിച്ച് നമ്മൾ മകനെ പോലെ കൊണ്ടു നടക്കാനാണ് എനിക്ക് ആഗ്രഹം. പക്ഷേ ഈ കാണുന്നവർക്കൊക്കെ വേറെ ലെവലിലാണ് അവർ ചോദിക്കുന്നത്. കൂടുതൽ അങ്ങനെ തന്നെയാണ് ചോദിക്കുന്നത്. കമന്റ്സിലൂടെ ആയാലും നേരിട്ട് കാണുമ്പോൾ ചോദിക്കും. എന്താ അവര് ഓപ്പൺ ആയിട്ട് എന്താ ചോദിക്കുന്നത്? ഓപ്പൺ ആയിട്ട് ചോദിക്കും. ഓപ്പൺ ആയിട്ട് ചോദിക്കാറുണ്ട് ആൾക്കാര്. ഓപ്പൺ ആയിട്ട് ചോദിക്കാറുണ്ട്, എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. കൂടുതൽ ഈ പ്രൈവറ്റ് അക്കൗണ്ടും എന്നിട്ടാണ് ഫേക്ക് അക്കൗണ്ടാണ്. പ്രൈവറ്റ് അക്കൗണ്ട് ആകുമ്പോഴേ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോ അവര് പ്രൈവറ്റ് അക്കൗണ്ട് അല്ലാത്തവരെ നമ്മൾ കയറിയിട്ട് അവരുടെ കമന്റ് പോയിട്ട് പറയും. അവർക്ക് പറയുമ്പോൾ അത് ഭയങ്കര വിഷമാ. അപ്പൊ അവരത് ആലോചിക്കണില്ല, നമുക്കത് എത്രത്തോളം വിഷമം ഉണ്ടാവുന്ന അവർ ആലോചിക്കില്ല. പക്ഷെ അത് അവരുടെ ഇതിൽ പോകുമ്പോൾ അവരെ 4 ആൾക്കാർ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വിളിച്ച് ഭീഷണിപ്പെടുത്തല. അപ്പൊ നമ്മളിങ്ങനെ നല്ല രീതിയിൽ കാര്യം പറയും. നിങ്ങൾ നമ്മളെ വന്നിട്ട് വിളിച്ചിട്ടല്ലേ, തിരിച്ച് പറയുമ്പോൾ നല്ല വിഷമമുണ്ടല്ലേ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് അത് അവർക്ക് മനസ്സിലാവും. അങ്ങനെ ഓർമ്മയുണ്ട് കേട്ടോ. കാരണം അവരുടെ വീട്ടുകാർ ഇത് കാണണ്ടല്ലേ. അപ്പൊ എന്റെ വീട്ടുകാർ എന്റെ കമന്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് അവര് മറ്റേ പ്രാന്ത് വന്ന് ചത്തുപോകും. അങ്ങനെയാണ് എന്റെ കമന്റ് തുറന്നു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാല്. ഇത് ഇപ്പൊ ഞാനിപ്പോ എനിക്ക് 4 ഫോളോവേഴ്സ് കൂടുതലുള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ കേൾക്കേണ്ടി വരണേ. അല്ലെങ്കിലൊന്നും എന്നെ ആരും അറിയില്ല. ഒന്നാമത് അവർക്ക് അത്ര ഫെയിം ആവാൻ പറ്റുന്നില്ല. ഇപ്പൊ ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാല് എന്നെ 4 ആൾക്കാർ അറിയണുണ്ട്. അത് അവർക്ക് പറ്റണില്ല. അവർക്ക് പറ്റാത്ത കാര്യം മറ്റുള്ളവർ ചെയ്യുമ്പോൾ അവർക്ക് അതൊരു വിഷമം. അത് അവരിങ്ങനെ പ്രകടിപ്പിക്കണം. എന്നെ കണ്ടിടത്തോളം ഞാൻ അങ്ങനെ മനസ്സിലാക്കിയേക്കണേ. പിന്നെ വരുന്നൊരു കമന്റ്സ് ആണ്, കുമ്പിടീനെ ലവർ ഉണ്ടോ, കുമ്പിടി മാരേജ് ചെയ്താണോ, കുമ്പിടീനെ എന്നോട് ചോദിക്കുന്നത്. കുമ്പിടീനെ കുമ്പിടീനെ സിസ് ജെൻഡർ ആയിട്ടുള്ള സ്ത്രീകളും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട്, പിന്നെ കുമ്പിടീനെ വിവാഹം ചെയ്തു തരുമോ, കുമ്പിടീനെ സ്നേഹിച്ചോട്ടെ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ള ഒരേ കാര്യം, കുമ്പിടി കമ്മിറ്റഡ് ആണ്. കുമ്പിടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ഇപ്പൊ തൽക്കാലം അവർ കുറച്ചൊരു
രണ്ടുപേര് രണ്ട് രീതിയിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവാണ് എന്ന് വെച്ചാൽ ഡിവോഴ്സ് സോറി അവര് ബ്രേക്കപ്പ് ഒന്നും ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് വിവാഹപ്രായം എന്ന സമയത്ത് എന്തായാലും തീർച്ചയായിട്ടും ഇവർ ഒന്നിക്കുന്നില്ലെങ്കിൽ വിവാഹപ്രായം എന്ന സമയത്ത് തീർച്ചയായിട്ടും ഞങ്ങൾ കുമ്പടിനെ നല്ലൊരു അവൻ ഇഷ്ടപ്പെട്ട ഒരാളെ കൊണ്ട് വിവാഹം ചെയ്യിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞ് ഇനി ആരും ദൈവത്തെ ഓർത്ത് മെസ്സേജ് അയച്ച് കുമ്പടിക്ക് ലവറുണ്ടോ കല്യാണം കഴിച്ചു തരും ചോദിക്കേണ്ട കാര്യമില്ല. ആ വെള്ളമൊക്കെ അങ്ങ് വാങ്ങി വെച്ചേര് വെയിറ്റിംഗ് ഫോർ ഒരു പെൺകുട്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ. ദീപയുടെ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും വലിയ ശത്രു ആരായിരിക്കും? എന്നെ ശത്രു എന്ന് വെച്ചാൽ എന്നെ ഒരാൾ അടിക്കുകയാണെങ്കിൽ ആ അടിയുടെ വേദന മാറുമ്പോൾ നമ്മളങ്ങ് മറക്കും. പക്ഷെ നമുക്ക് മാനസികമായിട്ട് നമ്മളെ തളർത്തിയിട്ടുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടൊന്നും ഒരിക്കലും ഞാൻ പുറത്തു കൊടുക്കില്ല. എനിക്ക് മാനസികമായിട്ട് എന്നെ ശാരീരികമായിട്ടല്ല മാനസികമായിട്ട് എന്നെ തളർത്തി എന്നെ വിഷമിപ്പിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാടല്ല കുറച്ച് അറിയുന്ന ആൾക്കാരുണ്ട്. അപ്പം അവരോടൊന്നും ഞാൻ ഒരിക്കലും ഞാൻ മരിച്ചാലും ഞാൻ പുറത്തു കൊടുക്കില്ല. കാരണം ഞാൻ അത്രയ്ക്ക് മാനസികമായിട്ട് തളർന്നിട്ടുണ്ട്. ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ കമ്മ്യൂണിറ്റിയിലുള്ളവര് പല വാക്കുകൾ കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്ത് കാരണം അല്ലെങ്കിൽ എന്ത് വാക്കുകൾ ഉപയോഗിച്ചിട്ട് കഴിഞ്ഞപ്പോഴാണ് ദീപാറാണിക്ക് ഏറ്റവും കൂടുതൽ വിഷമം വന്നത്? ഏറ്റവും കൂടുതൽ വിഷമം ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ സർജറി ചെയ്ത സമയത്ത് സർജറി ഫെയിലിയർ ആയിരുന്നു. ഞാനൊരു 6 മാസം ഞാൻ ബെഡ് റെസ്റ്റ് ആയിരുന്നു. 1 വർഷം ആരും ഒരു ഹെൽപ്പും കുറച്ച് ആൾക്കാർ ഹെൽപ്പ് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ബെഡ് റെസ്റ്റ് ആയിരുന്നു. ആ മരണത്തോട് മല്ലിട്ട് 15 ദിവസം ICUയിൽ കിടന്നിട്ട് ഞാൻ മരണത്തോട് മല്ലിട്ട് ഡോക്ടർ വിധി എഴുതിയതാ മരിച്ചു പോയിന്ന് വിധി എഴുതിയതാ. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് എന്നെ വ്യക്തി അവൾക്ക് അങ്ങനെ അത് ഡോക്ടറെ പാകപ്പഴുകൊണ്ട് പറ്റിയ സംഭവമാണ്. അത് അപ്പം അവൾക്ക് അത് ആവശ്യമാണ്. അവള് സത്യത്തിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ സർജറിക്ക് പോകുന്ന സമയത്തൊന്നും ആൾക്കാരോടൊന്നും അങ്ങനെ പറയാറില്ലായിരുന്നു പണ്ട്. ഇപ്പം എല്ലാവരും പറഞ്ഞ അനുഗ്രഹം മേടിച്ചിട്ടാണ് പോകുന്നത്. അപ്പം നമ്മളതൊന്നും അന്നൊന്നും അതിന് നോളജില്ല. കോഴിക്കോട് ജില്ലയിൽ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. സെക്കൻഡോ ഫസ്റ്റോ കണ്ടാണ് ഞാനാണ് ഡൗൺ സർജറി ചെയ്തിട്ടുള്ളത്, കേരളത്തിൽ ചെയ്തിട്ടുള്ളത്. അപ്പം ആരോടും ഒന്നും പറയാനുള്ള ഒരു മാനസികാവസ്ഥയൊന്നും ഇല്ലായിരുന്നു, സാമ്പത്തിക പ്രശ്നം. അപ്പം അത് പറയാതെ പോയതിൻ്റെ പേരിൽ ഒരുപാട് ആൾക്കാർ അവർക്ക് അങ്ങനെ വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മരിച്ചു കിടക്കുന്ന എന്നെ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നല്ലോ എന്ന് എനിക്ക് അതിലൊരു ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു മനുഷ്യന് 100% ഫിറ്റല്ല. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള കുറവുകളുണ്ടാവും അല്ലേ? കാണാൻ ഭംഗിയുള്ളവരുണ്ടാവും, ഭംഗിയില്ലാത്തവരുണ്ടാവും, എന്തെങ്കിലും കുറവുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ സർജറീസ് പല രീതിയിൽ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ആ സർജറിയുടെ പേരും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നവരുണ്ടാവും. അപ്പം അതൊക്കെ ചകഞ്ഞ് നമ്മളെ പറയുമ്പോൾ മാനസികമായിട്ട് ഒരുപാട് വിഷമമുണ്ട്. ചില കാര്യങ്ങളൊന്നും പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അല്ലേ, ഇപ്പോൾ പറഞ്ഞു ഇപ്പോൾ സർജറി ചെയ്യാൻ പോയി എന്ന് പറഞ്ഞു. ഈ സർജറിക്കുള്ള പൈസ എങ്ങനെ കണ്ടെത്തിയത്? സർജറിക്കുള്ള പൈസ കണ്ടെത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കോഴിക്കോട് വന്നിട്ടൊരു 6 വർഷം ഞാൻ നമ്മുടെ പാരഗൺ ഹോട്ടലിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്യാഷ്യറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ കുറച്ച് പൈസ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ നിന്നൊക്കെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പൈസയൊക്കെ ഗവൺമെൻറ്റിൽ നമുക്ക് സർജറിക്കുള്ള പൈസ ഉണ്ടായിരുന്നു. 2.5 ലക്ഷം രൂപ നമുക്ക് തരും. സർജറിക്ക് അത്രയും ക്യാഷ് ഒന്നും ആവത്തില്ലായിരുന്നു. ഈ പൈസ കൊണ്ടാണോ സർജറി? ക്യാഷ് കൊണ്ട് തന്നെ സർജറി ചെയ്തു. സർജറി നടത്തി കഴിഞ്ഞിട്ട് സർജറി ഫെയിലിയർ ആയി മരണത്തിന്റെ വക്കിൽ നിന്നു എന്ന് പറയുന്നു. ആ സമയത്ത് സഹായിക്കാൻ സഹായിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ റീസർജറി എന്ന് പറഞ്ഞതിൻ്റെ ഒരു എനിക്കൊന്ന് 5 ലക്ഷം രൂപ വീണ്ടും ആയി. അത് ആ സമയത്ത് കേരളത്തിൽ നിന്ന് എല്ലാ കമ്മ്യൂണിറ്റികളും കേരളത്തിൽ നിന്നും അതിന് പുറത്തുള്ള ആൾക്കാർ പിരിവെടുത്തിട്ടാണ് എനിക്ക് ഹോസ്പിറ്റൽ ബില്ല് അടച്ചത്. ഹോസ്പിറ്റൽ ബില്ല് അടച്ചത്. അപ്പം അവരെ ഒന്നും ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. പക്ഷെ സഹായിക്കാത്ത ആൾക്കാരും ഉണ്ടായിരുന്നു. ആ സമയത്ത് അവർ കുറ്റപ്പെടുത്തിയ ആൾക്കാർ സഹായിച്ചിട്ടൊന്നുമില്ല. ഇപ്പൊ ഈ സർജറി നടത്തിയത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ വേശ്യാവൃത്തി നടത്താൻ വേണ്ടിയിട്ടാണ് സർജറി നടത്തിയെന്ന് പൊതുവെ ആൾക്കാർ ഒരു പറച്ചിലുണ്ടല്ലോ. അങ്ങനൊന്നുമില്ല. വേശ്യാവൃത്തി നടത്താൻ വേണ്ടിയിട്ടൊന്നും അല്ല ആരും സർജറി ചെയ്യുന്നത്. നമ്മുടെ മാനസികമായ അവസ്ഥ, സ്ത്രീ ആകണം, ഒരു ദിവസമെങ്കിലും സ്ത്രീയായിട്ട് ജനിച്ച് മരിക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുക അല്ലേ? അപ്പോൾ ആ മനസ്സിനെ ശാരീരികമായിട്ട് ഓരോരുത്തർ പാകപ്പെടുത്തി. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഐഡൻറ്റിറ്റി റിലീവ് ചെയ്താൽ മതി, സർജറി ഒന്നും ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ സർജറി ഒന്നും ചെയ്യാണ്ട് എനിക്ക് ഈ മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല, ഫിസിക്കലി ഫേസിലും ഇങ്ങനത്തെ മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. അപ്പം നമ്മളെ മറ്റൊരു കളിയാക്കുക, അതോ പോകുന്നു നമ്മളെ കുറ്റപ്പേര് വിളിച്ച് 9, 10 ചാന്തുവട്ടം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുക. അതിൽ നിന്നൊരു മോചനത്തിനും പല രീതിയിലാണ്. അതിൽ നിന്നൊരു മോചനത്തിനും പിന്നെ മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടാണ് എല്ലാവരും സർജറി ചെയ്യുന്നത്. സർജറി ചെയ്യുന്നത് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു പാർട്ട്ണറിനെ വേണമെങ്കിൽ, നമ്മുടെ ദാമ്പത്യ ജീവിതം സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകണമെങ്കിൽ നമ്മൾ സർജറിയൊക്കെ ചെയ്താലേ പറ്റത്തുള്ളൂ. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പാർട്ട്ണർ നോക്കുമ്പോൾ ഉണ്ടാവണ്ടേ. അപ്പോൾ പിന്നെ സർജറി ചെയ്താലേ ഉള്ളൂ. പിന്നെ വേശ്യാവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട് സർജറി ചെയ്യുന്നതിനോട് അതിനോട് ഞാൻ യോജിക്കുന്നു. അങ്ങനെ പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നില്ല, ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ജീവിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ തെരുവിൽ പോയി നിൽക്കാറുണ്ട്, അത്രയേ ഉള്ളൂ. അത് ഈ സർജറി കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ സർജറി കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. പിന്നെ സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് പോയി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. എന്നുവെച്ചാൽ ഈ ഭാരിച്ച തുക ഇന്നിപ്പം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്താൽ 15,000 20,000 തന്നാൽ പോലും ഇവർക്ക് ഈ റെൻറ്റും ഭക്ഷണവും ഒക്കെ കഴിച്ചിട്ട് സർജറി ചെയ്യില്ല. ജീവിതകാലത്ത് സർജറി ചെയ്യാൻ പറ്റില്ല. അപ്പം എല്ലാവരും അതൊരു തൊഴിലായിട്ട് ഏറ്റെടുക്കാണ്ട്
പൈസയ്ക്ക് വേണ്ടിയിട്ട് സർജറി ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും പോയി നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇതൊരു സുഖത്തിന് വേണ്ടിയിട്ട് ആരും സുഖിക്കാൻ ആരും പോയി പിന്നെ പുറത്ത് പോയി നിൽക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ആരും സുഖിക്കാൻ പോലും നിൽക്കുന്നില്ല. പൈസയ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടി നിത്യവൃത്തിക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും പോയി തെരുവിൽ സെക്സ് ഇറങ്ങുന്നത്. അതിപ്പോൾ സിസ്ജെൻഡർ ആൾക്കാരായാലും കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാരും അതിന് വേണ്ടിയിട്ടാണ്. ഒരു സ്ത്രീ ഒരു തെരുവിലേക്ക് സെക്സ് വർക്കിന് ഇറങ്ങണമെങ്കിൽ അവർ വേശ്യ എന്ന ലെവലിൽ പോകണമെങ്കിൽ അവളുടെ വീട്ടിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഇവർ ഈ ജോലിക്ക് ഇറങ്ങുന്നത്. അതിനൊന്നും ഒരിക്കലും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. അവർ ഓരോ തൊഴിലിനും അതിൻ്റെതായിട്ടുള്ള മാന്യതയുണ്ട്. അതിന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്.